അങ്ങനെ നമ്മുടെ ഒരു പുതിയ വീഡിയോ ഏർക്കാടിലെ പ്രീമിയർ ഇന്നിൽ വെച്ച് ആരംഭിക്കുകയാണ്. നമ്മുടെ കഴിഞ്ഞ വ്ളോഗ് കണ്ടവർക്കറിയാം, അത് വൈൻഡപ്പ് ചെയ്തത് ഇവിടെ വെച്ചായിരുന്നു. ഒരു 1.5 ദിവസത്തെ മൈൻഡ് റിലാക്സേഷനൊക്കെ വേണ്ടിയിട്ട് ഫുൾ ഫാമിലി ആയിട്ട് നമ്മളിവിടെ പ്രീമിയർ ഇന്നിൽ വന്നിരിക്കുകയാണ് ഏർക്കാട്. അപ്പോൾ ഇന്നലെ കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ, ഇന്ന് അതിൻ്റെ തുടർച്ചയാണ്. കുറച്ച് സമയം ടേബിൾ ടെന്നീസ് കളിച്ചു. പിന്നെ ഇന്നലെ കൂടുതലായിട്ട് കളിച്ചത് ചെസ്സായിരുന്നു, പിന്നെ ക്യാരംസ്. എന്തോ വ്ളോഗ് എടുക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് കിട്ടുന്നില്ല, എവിടെയൊക്കെയോ ഒരു മിസ്സിങ്. അതുകൊണ്ട് വ്ളോഗിൽ അധികം ഒന്നും സംസാരിച്ചില്ല, എല്ലാം വോയിസ് ഓവർ ആഡ് ചെയ്യുന്നതാ. ആ കിളികളുടെ ശബ്ദം കേൾക്കാൻ എന്തൊരു രസമാണ്. നല്ല പ്ലസൻറ്റ് ക്ലൈമറ്റാണെന്ന്. ഇന്നലെ രാത്രി ഒരു ക്യാമ്പ് ഫയറും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായേനെ. എന്നാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ എന്താ, ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യായി. നമ്മൾ ചെക്കൗട്ട് ചെയ്തിട്ട് നേരെ പോയത് ഒരു വ്യൂ പോയിൻ്റ് കാണാനാണ്. ആ വ്യൂ പോയിൻറ്റിൻ്റെ അടുത്ത് തന്നെ ഒരു അമ്പലവും അതുപോലെ തന്നെ ഇത്രയും വലിയൊരു ആൽമരമൊക്കെ ഉണ്ട്. ഷെവറോയൻ ഹിൽസിലുള്ള ഷെവറോയൻ ടെമ്പിളാണ്. ഇതൊരു ഗുഹയ്ക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്നൊരു മഹാവിഷ്ണു ക്ഷേത്രമാണ്. ആ മ്യൂസിക്കിന് എന്തോ ഒരു ഭീകരത അല്ലേ, കേട്ടിട്ട് എനിക്ക് തന്നെ പേടിയാവുന്നു. ആ ഗുഹക്ഷേത്രത്തിനുള്ളിലേക്ക് പോകുമ്പോൾ തല മുട്ടാതിരിക്കാൻ ഭയങ്കര കുനിഞ്ഞിട്ടാണ് പോയെ, കാരണം നമുക്ക് ഹൈറ്റ് അല്പം കൂടുതലാണല്ലോ. ഇതാണ് ഷെവറോയൻ ഹിൽസ്. എന്തൊക്കെ പറഞ്ഞാലും ആ വ്യൂ പോയിൻറ്റിൻ്റെ ഒരു ഭംഗി അതൊന്ന് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. ഇവിടെയും കുറേ ബലൂണ് പൊട്ടിക്കാൻ വെച്ചിട്ടുണ്ട്. ഇന്നലെ നമ്മൾ റോസ് ഗാർഡനിൽ പോയപ്പോൾ മെയിൻ പരിപാടി ഇതായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ ഇത് കാണുമ്പോൾ ആ ഒരു ഓർമ്മ വരുന്നത്. നമ്മുടെ ലാസ്റ്റ് വ്ളോഗിൽ അതിൻ്റെ കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ കാർ എവിടെയാണാവോ നിർത്തിയിട്ടിരിക്കുന്നത്, കാണാനില്ല. പണ്ട് തമിഴ് സിനിമകളിലൊക്കെ ഗുണ്ടകളുടെ ആസ്ഥാന വാഹനമായിട്ടുള്ള ടാറ്റ സുമോ കുറേ നാൾക്ക് ശേഷം കണ്ടപ്പോൾ മനസ്സിന് എന്തെന്നില്ലാത്തൊരു സന്തോഷം. കുറച്ച് ചോളം വാങ്ങാമെന്ന് വിചാരിച്ചു. വെച്ചത് ഞാൻ കൊടുക്കാം. അങ്ങനെ ആ ഷെവറോയൻ ഹിൽസിൻ്റെ വ്യൂ പോയിൻ്റൊക്കെ കണ്ടതിന് ശേഷം നമ്മുടെ യാത്ര തുടരുന്നു. അല്ല, തംബ്നെയിലിൽ തിരുപ്പൂരിലെ തുണിക്കട എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെന്താ ഈ ഏർക്കാടിൽ ചുറ്റിക്കൊണ്ടിരിക്കണേ എന്ന് തോന്നാം നിങ്ങൾക്ക്. അപ്പോൾ നമ്മൾ തിരുപ്പൂരിലേക്കൊക്കെ പോകുന്നുണ്ട് കേട്ടോ, വീഡിയോ മുഴുവനായി കാണണേ. തൽക്കാലം നമുക്ക് അവിടുന്ന് വാങ്ങിയ ആ ചോളം ഉണ്ടല്ലോ, കാറിലിരുന്ന് അങ്ങനെ പതുക്കെ ആസ്വദിച്ച് കഴിക്കാം. ഈ ഒരു ചോളമൊക്കെ കഴിച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ അടുത്ത സ്പോട്ടിലേക്കൊക്കെ എത്തുമെന്നാണ് നമ്മുടെ ഒരു കണക്കുകൂട്ടൽ. പിന്നെ ഏർക്കാട് പോയിട്ട് അഡ്വഞ്ചർ ട്രിപ്പുകളൊന്നും നടത്തിയില്ലല്ലോ, ഗ്ലാസ് ബ്രിഡ്ജ് ഒന്നും പോയില്ലല്ലോ എന്ന് ചോദിച്ചാൽ അവിടേക്കൊന്നും പോകാൻ നമ്മുടെ ആളുകൾക്ക് അത്ര വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഗോയിങ് വിത്ത് ദ ഫ്ലോ. പിന്നെ നമ്മൾ ഈ ഹിൽ സ്റ്റേഷൻസൊക്കെ പോകുമ്പോൾ ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് വാങ്ങുമല്ലോ, അങ്ങനെ നമ്മൾ ഇവിടുന്നും കുറച്ച് ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങി. അവിടെ ഞാൻ വ്ളോഗ് ചെയ്യാൻ വിട്ടുപോയി. അങ്ങനെ നമ്മൾ അടുത്തത് വന്നതും ഒരു ടെമ്പിളിലേക്ക് തന്നെയാണ് കേട്ടോ. എന്താ ചെയ്യുക, ഏർക്കാട് പോയാലും ടെമ്പിൾ വ്ളോഗ്സ് തന്നെ എന്ന് നിങ്ങൾക്ക് തോന്നാം. ശ്രീചക്ര മഹാമേരു ടെമ്പിൾ. ഒന്നിനെ കൊണ്ട് തന്നെ ബുദ്ധിമുട്ടിയിട്ടായിരിക്കണം. എന്താ നമ്മളെ അറിയും കൂടി ഇല്ല അല്ലേ? കൊണ്ടുപോകണില്ല. ഇതിന്റെ വയറിൽ നല്ലോണം ആയിട്ടുണ്ടല്ലോ, അതൊന്നും തിന്നാൻ കിട്ടിയില്ല. എന്താ അവരുടെ പരിചയം? അവര് നമ്മളെ കൂടി കണ്ടപ്പോ എന്താ ഓടി വരുന്നത്? ഒന്നുമില്ലടാ തരാൻ, ഒന്നുമില്ല. അയ്യിലൊന്നും കൊടുക്കണ്ട.
അത് പൊട്ടിച്ച് കൊടുക്കാം ഇതാ അവിടെ ഒന്നുണ്ട്. പാടില്ലെന്ന് അറിയില്ല. നമ്മളുടെ പിന്നാലെ കേട്ടിട്ടുണ്ടോ? വളരെ നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അകത്തൊന്നും വീഡിയോഗ്രാഫി അലൗഡ് അല്ല. സോ ഞാൻ അങ്ങനെ പോയിട്ടൊന്നും വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ നമ്മളിനിയിപ്പോൾ ഇവിടുന്ന് ഏർക്കാട് വിടാൻ പോവുകയാണ്. ഏർക്കാട് ചുരമിറങ്ങി നമ്മൾ തമിഴ്നാടിൻ്റെ സ്വന്തം സേലത്തിലേക്ക് പോകാൻ പോകുന്നു. സേലം. ബൈ ബൈ, പൊക്കോളൂ. ബിസ്ക്കറ്റൊക്കെ കൊടുത്തതിന് നന്ദിയാണ് തോന്നുന്നുണ്ട്. ആ പട്ടി ഞങ്ങൾ പോകുന്നവരെ അവിടെ ഞങ്ങളെ നോക്കി ഇങ്ങനെ നിന്നു. അങ്ങനെ നമ്മളിപ്പോൾ ചുരം ഇറങ്ങാൻ പോവുകയാണ്. മുമ്പിൽ പോകുന്ന ബസ്സും സേലത്തേക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പിന്നാലെ ഇങ്ങനെ വെച്ച് പിടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പട്ടാമ്പിയിലും ഷൊർണൂരിലൊക്കെ എത്ര അധികം കടകളുണ്ടായിട്ടും ഇവിടെ സേലത്തുള്ള റിലയൻസ് മാളിൽ വന്നിട്ട് ഗ്രോസറി ഷോപ്പിംഗ് നടത്തുകയാണ് അമ്മ. പിന്നെ നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് ഇന്ന്, അത് വേറെ കാര്യം. നേരത്തെ വീടെത്തിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഈ ട്രിപ്പിൽ എവിടെയും വണ്ടി ഓടിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമമുണ്ടല്ലോ, അത് ഞാൻ തൽക്കാലം ഈ വണ്ടി അങ്ങോട്ട് ഓടിച്ച് ആ വിഷമം അങ്ങോട്ട് മാറ്റി. അതിനുശേഷം A to B പോയിട്ട് ഒരു പനീർ ഫ്രൈഡ് റൈസും അതുപോലെ ഒരു ഗോബി മഞ്ചൂരിയനും കഴിച്ച് വയറങ്ങോട്ട് നിറച്ചു. A to Bയിൽ നമ്മളൊരു ഡീറ്റെയിൽ വ്ളോഗ് എടുത്തിട്ടുണ്ട് കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റ് വ്ളോഗ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കാണുക. അങ്ങനെ സേലത്തു നിന്നും നമ്മൾ തിരിച്ചു പോവുകയായി. നമുക്കിനി അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് തിരുപ്പൂരാണ്. അതെ, ഈ വീഡിയോൻ്റെ തംബ്നെയിലിൽ കൊടുത്ത പോലെ മെയിൻ കണ്ടന്റ് തിരുപ്പൂരിലെ കടകൾ, തുണിക്കടകൾ ഒക്കെ നമുക്കൊന്ന് കാണാം. അങ്ങനെ സേലത്ത് നിന്നും ഒരു ഡ്രൈവൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ തിരുപ്പൂരെത്തിരിക്കുകയാണ്. തമിഴ്നാടിൻ്റെ ഗാർമെൻറ്റ് സിറ്റി എന്നറിയപ്പെടുന്ന തിരുപ്പൂർ. നമ്മൾ മുമ്പ് ഈ സത്യനന്ദിക്കാടിൻ്റെ സിനിമകളിൽ മാത്രം കണ്ടു വളർന്നിട്ടുള്ള ബനിയൻ ഫാക്ടറി ബനിയൻ അണ്ടർ ഗാർമെൻറ്റ്സിൻ്റെയൊക്കെ ഒരു ടൗൺ. അപ്പോൾ അവിടേക്കൊന്ന് പോവാം. അതിപ്പോൾ അങ്ങനെ ആ ഒരു സംസാരിച്ചപ്പോൾ ആ ഫ്ലോയിലങ്ങ് വന്നു പോയതാട്ടോ. പിന്നെ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സാധനമാണല്ലോ, അതുകൊണ്ട് ആ ഡയലോഗ് അങ്ങനെ കട്ട് ചെയ്ത് കളയണമെന്നൊന്നും എനിക്ക് തോന്നിയില്ല. അങ്ങനെ നമുക്ക് കുറച്ച് തുണി വാങ്ങാം. ബനിയനൊക്കെ മെയിനായിട്ട് മാമന്മാർക്ക് തുണി വാങ്ങാനാണ് വന്നിരിക്കുന്നത്. കൂട്ടത്തിൽ നമ്മൾ എന്തെങ്കിലും കണ്ട് ഇഷ്ടപ്പെട്ടാൽ വാങ്ങാം. IPL ടീംസിൻ്റെയൊക്കെ ജേഴ്സിയൊക്കെ ഉണ്ട് ഓൾറെഡി. നമ്മുടെ ഇന്ത്യൻ ടീമിൻ്റെയും അതുപോലെ തന്നെ CSKൻ്റെയൊക്കെ ജേഴ്സി ഉണ്ട്. അതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ പോയില്ല. ഇവിടെ നല്ല കളക്ഷൻ ഉണ്ട്, പിന്നെ വില കുറവാണ്. നമുക്കൊന്ന് മൊത്തത്തിൽ നോക്കാം അല്ലേ. ഞാൻ ഈ ഒരു ടീഷർട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട്. നല്ല ഒരു ഫ്രീ സൈസാണ്, പക്ഷേ ഇതിന് ഇറക്കം കുറവാണ്. നമുക്ക് അത്യാവശ്യം ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഇറക്കം വേണം, അല്ലെങ്കിൽ ഭയങ്കര ബോറാവും. അതുകൊണ്ട് ഞാൻ അത് എടുത്തില്ല. അതിനുശേഷം ഞാൻ പുറത്തേക്ക് പോയി. എന്നിട്ട് നമ്മുടെ ടീഷർട്ട് എടുക്കാമെന്നുള്ള ആഗ്രഹം മാറ്റിയിട്ട് അതൊരു ഷർട്ടിലേക്ക് മാറ്റി. ഇവിടെ ഉള്ളവർക്ക് എല്ലാ ഭാഷ അറിയാം. മലയാളം വേണോ ഹിന്ദി വേണോ എല്ലാം അറിയാം. ആ ചേട്ടൻ മടക്കി വെച്ചിരുന്ന ആ ഷർട്ടാണ് ഞാൻ എടുത്തത് കേട്ടോ. അപ്പോൾ നമ്മളൊരു ബഡാ പർച്ചേസൊക്കെ നടത്തി ഇനിയിപ്പോൾ തിരിച്ചു പോവാണ്. അങ്ങനെ സത്യനന്ദിക്കാടിൻ്റെ സിനിമകളിൽ മാത്രം കണ്ടുപരിചിതമായിട്ടുള്ള തിരുപ്പൂരും അവിടുത്തെ കോട്ടൺ ബനിയൻ കടകളും ഒക്കെ നമ്മൾക്ക് ഒന്ന് കാണാൻ സാധിച്ചു. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ നാട്ടിലേക്ക് പോകുന്ന വഴി എവിടെയെങ്കിലും ഒരു ചെറിയ ഹൾട്ടും കൂടി ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. നമുക്ക് നോക്കാം. സോ ഓഫ് ടു പാലക്കാട്
വടനംകുറിശി. നമ്മുടെ മലയാള സിനിമ തമിഴ്നാട്ടിലൊക്കെ പോസ്റ്റർ കാണുമ്പോഴേ ഇതിൻ്റെ ഒരു സന്തോഷം ഒന്ന് വേറെയാണ്. ഓഫീസർ ഓൺ ഡ്യൂട്ടീൻ്റെ പോസ്റ്റർ ചുറ്റും കണ്ടു. ആ സമയത്താട്ടോ അത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഇത് കാണുമ്പോഴേക്ക് എമ്പുരാനൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ടാവുമെന്നറിയാം. എമ്പുരാൻ ഞാനും കണ്ടു കേട്ടോ. അത് വേറെ കാര്യം. പിന്നെ നമ്മളിപ്പോൾ അങ്ങനെ തിരുപ്പൂർ കൂടെ പോയിട്ട് നമ്മളങ്ങനെ കോയമ്പത്തൂർ ടൗണൊന്നും ടച്ച് ചെയ്യാണ്ട് നേരെ പാലക്കാട് പിടിക്കുകയാണ്. അടുത്ത സ്റ്റോപ്പേജ് നമ്മൾ കൊടുത്തത് പാലക്കാട് ടൗണിൽ തന്നെയുള്ള സ്റ്റാർ ഡൈൻ റെസ്റ്റോറൻറ്റിലാണ്. ഇനിയിപ്പോൾ വീടൊക്കെ എത്തി ഡിന്നറൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോഴേക്കും ഒരു സമയമാവും. അതുകൊണ്ട് അതിനൊന്നും മുതിർന്നില്ല. ഇവിടുന്ന് തന്നെ ഡിന്നർ കഴിച്ച് പോവാം. സമയം ഇപ്പോൾ 9:15 ആവും ചെയ്തു കേട്ടോ. എല്ലാവരും അത്യാവശ്യം വിശക്കുന്നുണ്ട്. ഇപ്പോൾ എന്ത് ഓർഡർ ചെയ്യണം എന്നുള്ളൊരു ഡിസ്കഷനിലാണ്. അവരൊക്കെ ചപ്പാത്തിയും ദാലൊക്കെയാണ്. നമുക്കതൊന്നും പറ്റില്ല. എനിക്ക് നല്ലൊരു ബിരിയാണി കഴിക്കണം എന്ന് തോന്നി. അങ്ങനെ ഞാനൊരു ചിക്കൻ ബിരിയാണി അങ്ങ് കഴിച്ചു. ഇപ്പോഴത്തെ ചിക്കൻ ബിരിയാണിയിലൊന്നും മുട്ടയോ ഇല്ല. അതിനിപ്പോൾ പ്രത്യേകം പറയണം. അതിനൊന്നും ഞാൻ മുതിർന്നില്ല. ചിക്കൻ ബിരിയാണി കഴിച്ചിട്ട് അതിനുശേഷം നല്ലൊരു സുലൈമാനിയും കുടിച്ചു. അങ്ങനെ നമ്മുടെ 2 ദിവസത്തെ ഏർക്കാട് തിരുപ്പൂർ കറക്കൊക്കെ ഇവിടെ അവസാനിക്കണു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.